ദൈവമേ, നിന്റെ കരുണ എത്രയോ വലുതാണ്, ദൈവമേ നിന്റെ സ്നേഹം എത്രയോ വലുതാണെന്ന് ഞങ്ങളെ താങ്ങിപ്പിടിച്ചിരിക്കുന്ന, ഞങ്ങളെ കരുതലോടെ കാത്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഈശോയുടെ ആ തിരുഹൃദയം, കുത്തിത്തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒഴുകുന്ന ദൈവത്തിൻ്റെ അനന്തമായ കരുണയോർത്ത്, സ്നേഹത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്ന 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 സ്തുതിയുയരട്ടെ, സ്തുതിയുയരട്ടെ. എല്ലാ ആപത്ത് അപകടങ്ങളൊക്കെ മാറിപ്പോകട്ടെ, അനർത്ഥങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. ഏറ്റവും നല്ല കാലാവസ്ഥയിൽ ശാന്തമായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന അന്തരീക്ഷം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരുണാപൂർവമായ ഇടപെടൽ വചനകൂടാരത്തിന്റെ മേലുണ്ടാകട്ടെ. ഈ വചനകൂടാരത്തിൽ വരുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ അതിശക്തമായ സംരക്ഷണം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ, വിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. സകല വിശുദ്ധരുടെയും കൂട്ടായ്മയിലായിരിക്കട്ടെ ഞങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഈശോ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. സ്തുതി ആരാധന, സ്തുതി ആരാധന, സ്തുതി ആരാധന, സ്തുതി ആരാധന. ഈശോയെ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി പിടിച്ച് സിസ്റ്റർ ഒരു വചനം പറഞ്ഞു തരാം. ആ വചനം എല്ലാവരും കൂടി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:7. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ആമേൻ. ഈ വചനത്തിന്റെ വാഗ്ദാനം ഇപ്പോൾ ഇവിടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ഉത്തരം തരട്ടെ. ദൈവം കരുണയാണെന്ന്, ദൈവസ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ഈ പാവപ്പെട്ട പാപികളായ ഞങ്ങളുടെ മേല് ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടട്ടെ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ വാക്കുകളെ, വചനങ്ങളെ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടട്ടെ, ഉത്തരം കിട്ടട്ടെ. ആമേൻ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ആമേൻ, ആമേൻ. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിൽ, ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ഈ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ശരണപ്പെടുന്നു. കർത്താവേ, നിന്റെ വാക്കാണ്, നിന്റെ വചനമാണ് എനിക്ക് പ്രത്യാശ തരുന്നത്, എനിക്ക് വിശ്വാസം തരുന്നത്, എന്നെ ധൈര്യപ്പെടുത്തുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. സ്തുതിച്ചേ. കർത്താവിന്റെ വാഗ്ദാനങ്ങളെ ഓർത്ത് വിശ്വസ്തനായ കർത്താവ് വചനങ്ങളിൽ, വാഗ്ദാനങ്ങളിൽ മാറ്റമില്ലാത്തവൻ. ആകാശഭൂമി കടന്നു പോയാലും എന്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞ് എന്റെ തമ്പുരാനെ ഞാൻ പ്രകീർത്തിക്കുന്ന, ഞാൻ സ്തുതിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ
വാക്കുകള് എന്റെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്റെ നാമം വിശ്വസിക്കുന്ന, ഈശോയെ നിന്റെ വാക്കിൽ വിശ്വസിക്കുന്ന, ഈശോയെ നിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന അനേകം മക്കള്, ഈശോയെ ഈശോയെ നിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയം തുറവി ഉണ്ടാകട്ടെ. എല്ലാ മക്കൾക്കും ദൈവത്തിന്റെ കരുണയിലേക്കുള്ള ഒരു തുറവി ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിലേക്കുള്ള ഒരു തുറവി ഉണ്ടാകട്ടെ. ആത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, തുറന്നിട് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം, നിശ്ചയം, മാതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, മാതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവനകരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. രണ്ടു വശത്തോട്ടും തിരിഞ്ഞ് കരങ്ങളടിച്ച് ഒത്തിരി സന്തോഷത്തോടെ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പാടിക്കേ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പാടിക്കേ. എല്ലാവരും ഉറക്കെ പാടിക്കേ, വാ തുറന്ന് പാടിക്കേ, സ്വരം ഉയർത്തി പാടിക്കേ. നമ്മുടെ മനസ്സൊന്ന് തുറന്നേ ഈശോയുടെ മുമ്പില്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം, നിശ്ചയം, മാതു വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, മാതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവനകരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. വലിയ രോഗസൗഖ്യങ്ങൾ നടക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തുതിച്ച്, നട്ടെല്ല് സംബന്ധമായ വലിയൊരു രോഗാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. കാലിന്റെ മുട്ടിന് വലിയ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നു. ഉള്ളംകാലിനകത്ത് വേദന പോലെ നടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, ഉത്തരമുണ്ട്. വാക്ക് തന്നവൻ മാറുകയില്ല, വാക്ക് തന്നവൻ മാറുകയില്ല. വാഗ്ദാനം നിറവേറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടങ്ങളടിച്ച് പ്രാർത്ഥിച്ച്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിട് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം.
നിശ്ചയം നിശ്ചയം മാതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം സൗഖ്യവും വിടുതലും കൊടുക്കുന്നതിന് നന്ദി പറയുന്നു ഈശോയെ. ഓരോ മക്കളെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ 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 അഭിഷേകം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, രോഗികൾക്ക് സൗഖ്യം നടക്കട്ടെ, ബന്ധുക്കൾക്ക് മോചനം ഉണ്ടാകട്ടെ, അന്തർക്ക് കാഴ്ച ലഭിക്കട്ടെ, ചെകിടർക്ക് കേൾവി ലഭിക്കട്ടെ. ഈശോയെ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് വചനം അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കണമേ കർത്താവേ. അങ്ങയുടെ വചനങ്ങളെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും സ്ഥിരീകരിക്കണമേ കർത്താവേ. ഞാൻ ഈ ജനത്തിന്റെ മുൻപിൽ ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെയും ചെയ്യാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ള കർത്താവിന്റെ വാഗ്ദാനം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 33:10 അഭിഷേകം ഉണ്ടാകട്ടെ, പുറപ്പാട് 33:10 അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സിസ്റ്റർ പറയുന്ന വചനം ഒന്ന് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ്, സത്യം സത്യമായി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ആമേൻ ആമേൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ആമേൻ ആമേൻ. ഞാനിത് വിശ്വസിക്കുന്നു കർത്താവേ, ഞാനിത് വിശ്വസിക്കുന്നു കർത്താവേ, ഞാനിത് വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമെന്ന് അങ്ങ് നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ആമേൻ ആമേൻ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ നെഞ്ചിലേക്ക് ഒരു വചനം സ്വീകരിച്ച്, ഇതുവരെ പറഞ്ഞേ, ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ആമേൻ ആമേൻ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ശാന്തമായിട്ട് അവിടെ ഒന്നിരുന്നേ. ഈശോ പറയുകയാണ്, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങളൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായി തീർന്നിട്ടില്ല. ഇതുവരെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ ഈശോയ്ക്ക് കൊടുത്തിട്ടില്ല, ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടില്ല. ഈശോ അത് പരിഹരിച്ച് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്ന് കൊടുത്തേ, ഒന്ന് ഈശോയ്ക്ക് കൊടുത്തേ. ചോദിക്കുവിൻ. സർവശക്തനായ ദൈവമാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ തമ്പുരാൻ പറയുകയാണ്, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ ഹല്ലേലൂയ. അതുമൂലം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് തമ്പുരാൻ അങ്ങ് തന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും എന്ന് പറയുന്നത്, സന്തോഷമുണ്ടാകും. ദൈവം തരുന്ന കൃപകൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ, വേറെ ആരെങ്കിലും തരുമ്പോഴല്ല, ദൈവം തരുമ്പോൾ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് നമ്മൾ തിരിച്ചടയ്ക്കണം. അത് നമുക്കെപ്പോഴൊരു ഭാരമാണ്. കടം മേടിച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെപ്പോഴും കാര്യം നടന്നാലും ഈ കടത്തെക്കുറിച്ചുള്ള വേദന നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. എന്നാൽ തിരിച്ചു കൊടുക്കണ്ട, പലിശ കൊടുക്കണ്ട, ജപ്തി വരില്ല. നിന്റെ അപ്പനോട് ചോദിക്ക്, ഈശോയുടെ നാമത്തിൽ ചോദിക്ക്, ഈശോയുടെ നാമത്തിൽ
ചോദിക്ക്. വചനം പറയുന്നു, ഇതുവരെ നിങ്ങൾ ചോദിക്കേണ്ടതുപോലെ എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ഞാൻ തരും, ചോദിച്ചാൽ ഞാൻ തരും. അങ്ങനെ നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നാണ് വചനം പറയുന്നത്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. പ്രിയപ്പെട്ടവരെ, ഇനി ഈ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ മനുഷ്യരാകണം. പ്രാർത്ഥനയുടെ മനുഷ്യരാകണം. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്, ഉത്തരമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പിശാചിനോട് പോരാടാൻ പറ്റുള്ളൂ. പിശാചിന്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന പിശാചിന്റെ എല്ലാ കുടിലതന്ത്രങ്ങളെ മനസ്സിലാക്കി അവരോട് യുദ്ധം ചെയ്ത് പിശാചിനെ കീഴടക്കാൻ പറ്റുള്ളൂ. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പില്, ഈ തിരുഹൃദയത്തിന്റെ മുൻപില് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോയുടെ ഹൃദയമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുന്നത്. കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയം, നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയത്തിലേക്ക്, ഈശോയുടെ ആ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒന്ന് സമർപ്പിച്ച്, എല്ലാം ഒന്ന് സമർപ്പിച്ച് വിട്ടുകൊടുത്തേ, ഈശോയ്ക്കൊന്ന് സമർപ്പിച്ചേ. ഈശോ പ്രാർത്ഥിച്ച പോലെ ഒന്ന് പ്രാർത്ഥിച്ചേ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണേ. എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നടന്നോട്ടെ. ഞാനിത് പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ. ഈശോയുടെ ഇഷ്ടം എന്നിൽ നടന്നോട്ടെ. എൻ്റെ ദുഃഖം എല്ലാം മാറണം, എൻ്റെ സങ്കടങ്ങളെല്ലാം മാറണം. എനിക്ക് സന്തോഷിക്കണം, എനിക്ക് ഫ്രീ ആകണം, എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം. ഈശോയെ ഉറക്കമില്ല, ഈശോയെ പല വിഷമങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഒത്തിരി പേർക്ക് ഇപ്പൊ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വലിയ സൗഖ്യ അനുഭവം ഒത്തിരി പേർക്ക്, വലിയ രോഗശാന്തികൾ ഈശോ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് അത് തരാൻ പറ്റുള്ളൂ. ഈശോയെ, ഈശോ എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ഈശോയെ, എന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത്, എന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ എന്നെ സ്പർശിക്കുന്നതിനെ ഓർത്ത്, എനിക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ, മുട്ടുകുത്താൻ പറ്റാത്ത രീതിയിൽ, നടുവിന് വേദന പോലെ വിഷമിച്ച് ഞാൻ വന്നു. ഞാൻ ഈശോയെ സുഖപ്പെടുത്തിയിരിക്കുവാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യൂട്രസിൽ ഉണ്ടായിരുന്ന മുഴ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ കർത്താവ് അത് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ചെറിയ കച്ചവടം, അത് അവരുടെ ഉപജീവന മാർഗമാണ്. കർത്താവ് അത് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊടുക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. കാലില് കുറ്റുകൊണ്ട് കയറിയിട്ടുണ്ടായ പഴുപ്പ് ഉണങ്ങാതെ നിന്നത് കർത്താവ് അത് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ജോസ് എന്ന പേരുടെ ഒരു മകനെ പേര് ചൊല്ലി ഈശോ വിളിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ലോഡിംഗ് ഒക്കെ നടത്തുന്ന ഒരു തൊഴിലാളിയെ കർത്താവ് സ്പർശിക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്. ഒരു കുടുംബം വലിയ നിരാശയില്, കുടുംബയുടെ ചാത്മഹത്യക്ക് ഒരുങ്ങുന്നു ഒരവസ്ഥയിൽ അവരുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ആരുടെയൊക്കെയോ പ്രാർത്ഥന ആ കുടുംബത്തിന് വേണ്ടി ലഭിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ദൈവമേ, ഈശോയെ വലിയ സന്തോഷത്തിന്റെ ഒരു നല്ല വിജയം, റിസൾട്ട് കിട്ടി ഒരു കൊടുത്ത കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളപ്പൊക്കം വഴി ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ജോയി എന്ന പേരുള്ള ഒരു മകനെ ഈശോ പേര് ചൊല്ലി വിളിച്ച് സ്പർശിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയെ, ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൊറിച്ചില് അത് കർത്താവ് മാറ്റിക്കൊടുത്ത് പരിപൂർണമായിട്ടുള്ള സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പല്ലുവേദന മൂലം വല്ലാതെ വിഷമിക്കുന്ന ഒരു അമ്മച്ചിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പകർച്ചപ്പനി പടർന്നു പിടിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയുടെ കൃപ ഒഴുകട്ടെ. ഈശോയുടെ കൃപ നമ്മളിലേക്ക് സമർത്ഥമായിട്ട് ഒഴുകട്ടെ. ഈശോയെ, കാതുകൾ തുറക്കാൻ ഈശോ പറയുന്നു. ഈശോയുടെ സ്വരം കേൾക്കാൻ പറയുന്നു. നമ്മുടെ കാതുകൾ തുറന്ന് ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോനോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. ഈശോയുടെ സ്വരം ശ്രവിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. ജോണി എന്ന പേരിലെ ഒരു മകനെ ഈശോ പ്രത്യേകം സ്പർശിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തങ്കമ്മ എന്ന പേരുള്ള ഒരു മകളെ ഈശോ സ്പർശിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ശരീരം മുഴുവനുള്ള സന്ധികളുടെ വേദന മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആന്തരിക അവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗത്തിൽ നിന്ന്, ലിവർ, ലങ്സ് തുടങ്ങിയ അവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു.
ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോയെ കഴുത്തിന് വേദനയും നട്ടെല്ലിന്റെ കസേരകൾക്ക് വേദനയും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്ന ദൈവമേ, ജപ്തി നോട്ടീസ് കിട്ടിയിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയൊരു വിജയം ഒരു വ്യക്തിക്ക് കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ദൈവമേ നിനക്ക് നന്ദി കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഒത്തിരി തിന്മയുടെ സ്വാധീനം വിട്ടുപോകുന്ന കുടുംബങ്ങളിൽ നിന്ന് വലിയൊരു വിടുതൽ കർത്താവ് കൊടുക്കുന്നു. കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരുന്ന ഒരു വ്യക്തിയെ ആ ബന്ധനാവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു. പൈശാചിക തിന്മകളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ കർത്താവ് കൊടുക്കുന്നു. മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ ക്രാഞ്ചിക്കൊണ്ടു പോകുന്ന കഴുകന്മാരെ ശ്രദ്ധിക്കാൻ പറയുന്നു. മരണാസന്നനായി കഴിയുന്ന ഒരു വ്യക്തിക്ക് നല്ല മരണമല്ല രോഗശാന്തി കൊടുത്ത് ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്വയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്വയെ ആരാധിക്കുന്ന ദൈവമേ, സ്വയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സ്വയെ ഒത്തിരി മക്കൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് മധുരിക്കുന്ന വലിയ ആശ്വാസവും സമാധാനം ലഭിക്കുന്ന അനുഭവത്തിലൂടെ ഈശോ കടത്തിവിടുന്നു. ഈശോയെ സ്തുതിക്കുന്നു. അനുഗ്രഹത്തിന്റെ മുന്നോട്ട് പോകാൻ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഒത്തിരി പേർക്ക് തുറന്നു കൊടുത്ത കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. കൃപ തരും കർത്താവ്, കൃപ തരും നമുക്ക്. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ശരീരത്തിൽ അടയാളങ്ങളായിട്ട് ഈശോ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി നന്ദി. സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഒത്തിരി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന അധ്വാന ഭാരം വഹിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. ഈശോയെ നന്ദി കർത്താവേ സ്തുതിക്കുന്നു. ദൈവമേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഉദരാശയ സംബന്ധമായ രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയെ എന്നോട് കരുണ തോന്നണേ, ഈശോയെ എന്നെ അഭിഷേകം ചെയ്യണേ, ഈശോയെ എന്നോട് കൃപ തോന്നണമേ, ഈശോയെ എന്നോട് കരുണയുണ്ടാകണമേ. ദേവസ്യ എന്ന് പേരുള്ള ഒരു മകനെ ഈശോ പ്രത്യേകം പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയെ കുടുംബത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ ഉരുകിത്തീരുന്ന മെഴുകുതിരികളായി മാറാൻ പറയുന്നു ഈശോ. വെളിച്ചം പകരുന്നവരായി മാറാൻ ഈശോ പറയുന്നു. നിങ്ങൾ വെളിച്ചമാകാൻ ഈശോ പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിവാഹം ആശീർവദിക്കുന്നു കർത്താവ്. ഈശോയെ നന്ദി കർത്താവേ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട് മക്കളെ, നിങ്ങളത് വിശ്വസിക്ക് എന്ന് ഈശോ പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ഈശോയുടെ ദിവികാരുണ്യത്തോട് ഈശോ ഒത്തിരി ആകർഷിച്ച് അടുപ്പിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. എന്റെ അഭിഷിക്തനെ തൊട്ടു പോകരുതെന്ന് പറയുന്നു. ആരെങ്കിലും അഭിഷിക്തരെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അവർക്ക് വേദനാകരമായ രീതിയിൽ ഇടപെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്താനായിട്ടാണ് കർത്താവ് പറയുന്നത്. എന്റെ അഭിഷിക്തനെ തൊട്ടു പോകരുതെന്ന് പറയുന്നു. ഈശോയെ നന്ദി കർത്താവേ സ്തുതിക്കുന്നു. എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല എന്ന് ഈശോ പറയുന്നു. ഒരു മകനോട് എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല എന്ന് ഈശോ പറയുന്നു. നീ എന്റെ അടുത്തേക്ക് വന്ന ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഈശോ പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വെള്ള മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീട് മൂലം വിഷമിക്കുന്നു, അത് റിപ്പയർ ചെയ്യാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു ഉന്നതമായ വിദ്യാഭ്യാസത്തിന്റെ തലത്തിലേക്ക് ഉയർന്നു വരാനുള്ള കൃപ കൊടുത്ത് കർത്താവ് ഒരു മകനെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പറയുന്നു. ഈശോയെ നന്ദി കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നിലവിളി ഉയരട്ടെ എന്ന് അബ്രാം പറയുന്നു. ദൈവസന്നിധിയിലേക്ക് കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളി ഉയരട്ടെ എന്ന് ഈശോ പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്നമ്മ എന്നൊരു മകളെ ഈശോ സ്പർശിക്കുന്നു. റോസമ്മ എന്ന പേരുള്ള ഒരു മകളെ ഈശോ സ്പർശിക്കുന്നു. ഒരു കുടുംബം മുഴുവൻ വലിയ വിശ്വാസ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഒരു ഫ്ലൈറ്റ് അപകടം ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ഒരു ഫ്ലൈറ്റ് അപകടം ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ഈശോയെ നന്ദി. ഈശോയെ ഒത്തിരി നാളുകളായിട്ട് കുമ്പസാരിക്കാതെ കഴിഞ്ഞിരുന്ന ഒരു അമ്മയ്ക്ക് നല്ല കുമ്പസാരം നടത്താനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയെ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതി. ഈശോയെ ആരാധന ആരാധന ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോ തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ആത്മാവേ പരിശുദ്ധാത്മാവേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈശോയെ സ്തുതിച്ച് ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഈശോയെ സ്തുതിച്ച് ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവേ കടന്നുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ ഞങ്ങളുടെ അന്തരങ്ങളെ ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ള സ്വർഗമായി തീരും. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളെല്ലാം വിട്ടുകൊടുത്ത് ഈശോയുടെ ആ സ്നേഹം എന്നിലേക്ക് ഒഴുകുന്നതൊന്ന് അനുഭവിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞില്ലേ, എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്, എൻ്റെ ഹൃദയം നിറയെ കരുണയാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശൂന്യത അത് ഈശോയെ കൊണ്ട് മാത്രമേ നികത്താൻ പറ്റുള്ളൂ. സ്നേഹം നമ്മൾ രണ്ട് തരത്തിലുണ്ട്. ആ സ്നേഹം, ഒന്ന് അത് ദൈവികമായ സ്നേഹം, രണ്ട് വെറും മാനുഷികമായ താൽക്കാലികമായ സ്നേഹം. താൽക്കാലികമായ സ്നേഹം, മാനുഷികമായ സ്നേഹം അത് പൈശാചികമാണ്, അതൊരു ബന്ധനാവസ്ഥയാണ്. ദൈവികമായ സ്നേഹം അത് പരിശുദ്ധമാണ്. ആ പരിശുദ്ധമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ചെടുക്കാം, ചോദിച്ചു വാങ്ങാം. ശൂന്യതയുണ്ടെങ്കിൽ, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാനതോർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, കരയുന്നുണ്ടെങ്കിൽ, വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുടെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം ഒന്ന് നിറച്ച്, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. ബാക്കിയൊക്കെ താൽക്കാലികമാണ്, ഒന്നും നിലനിൽക്കുന്നതില്ല. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. നമുക്കൊന്നും കൂടെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. ഇന്ന് കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാവോ? പ്രാർത്ഥനാ സഹായം ചോദിച്ച് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് ദൈവകരുണയുടെ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന്. നിങ്ങളൊന്ന് മനസ്സിലോർത്തേ. സിസ്റ്റിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഇപ്പോൾ ഈശോയുടെ ദിവികാരൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് സമർപ്പിക്കുന്നു. ഈശോയെ, രോഗങ്ങൾ സൗഖ്യപ്പെടാനാകാം, സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാം, മക്കൾക്ക് ജോലി കിട്ടാനാകാം. ഈശോയെ, എന്ത് നിയോഗമാണെങ്കിലും അങ്ങ് അവരെ സ്വീകരിക്കണമേ, ഏറ്റെടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന
റോയി, റെൻസ് എന്നീ മക്കളെ സമർപ്പിക്കാം. ജോലി പ്രശ്നം മാറിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ബിജു എന്ന മകനെ നമുക്കൊന്ന് സമർപ്പിക്കാം. വിശ്വാസം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ആരതി എന്ന മകനെ നമ്മളെ സമർപ്പിക്കാം. പൈശാചിക പിഴ വിട്ടുമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തോമസ് എന്ന സാലി എന്നീ മക്കളെ സമർപ്പിക്കാം. പരീക്ഷാ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജിബിൻ എന്ന മകനെ സമർപ്പിക്കാം. വീട് ലഭിക്കാൻ വേണ്ടി, ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സോണിയ എന്ന മകളെ സമർപ്പിക്കാം. വീട് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ലിസമ്മ എന്ന മകളെ സമർപ്പിക്കാം. വിവാഹ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന അമൽ എന്ന മകനെ സമർപ്പിക്കാം. മക്കളുടെ ജോലി തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന വിൽസൻ എന്ന മകനെ സമർപ്പിക്കാം. ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അനു എന്ന മകളെ സമർപ്പിക്കാം. ജിൻസ്, ജീവിത നവീകരണം ആഗ്രഹിക്കുന്ന ജിൻസ് എന്ന മകനെ സമർപ്പിക്കാം. ജീവിത നവീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന തോമസ് എന്ന മകനെ സമർപ്പിക്കാം. നന്നായി പഠിക്കാനും ഓർമ്മ കിട്ടാനും ആഗ്രഹിക്കുന്ന പ്രിയ എന്ന മകളെ സമർപ്പിക്കാം. ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന എൽസമ്മ എന്ന മകളെ സമർപ്പിക്കാം. CA എക്സാം പാസ്സാകാനായിരിക്കുന്ന ടോം എന്ന മകനെ സമർപ്പിക്കാം. അപകടം നടന്ന സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്ന ജോസഫ് എന്ന മകനെ സമർപ്പിക്കാം. ഉറക്കം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ലീലാമ്മ എന്ന മകളെ സമർപ്പിക്കാം. വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്ന അരുൺ എന്ന മകനെ സമർപ്പിക്കാം. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജെമിനി എന്ന മകളെ സമർപ്പിക്കാം. ഇസ്രായേലിന് പോകാൻ ഒരുങ്ങുന്ന ലിൻഡ എന്ന മകളെ സമർപ്പിക്കാം. മക്കളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരി എന്ന മകളെ സമർപ്പിക്കാം. ഫോർച്യൂണിന് പോകാൻ വേണ്ടി ഉറങ്ങുന്ന ലിബീന എന്ന മകളെ സമർപ്പിക്കാം. മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന മകനെ സമർപ്പിക്കാം. ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം. പരീക്ഷാ പരിചയം മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഡാനിയ എന്ന മകളെ സമർപ്പിക്കാം. നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ബിന്ദു എന്ന മകളെ സമർപ്പിക്കാം. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ജിതിൻ എന്ന മകനെ സമർപ്പിക്കാം. നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ചിപ്പി എന്ന മകളെ സമർപ്പിക്കാം. ജോയൽ എന്ന മകനെ സമർപ്പിക്കാം. സ്ഥലം വിൽപ്പിനെ ആഗ്രഹിക്കുന്ന അബ്രാഹം എന്ന മകനെ സമർപ്പിക്കാം. ജീവിത നവീകരണം ആഗ്രഹിക്കുന്ന ഷാജി എന്ന മകനെ സമർപ്പിക്കാം. മദ്യപാനം മാറാൻ ആഗ്രഹിക്കുന്ന ബിജേഷ് എന്ന മകനെ സമർപ്പിക്കാം. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജോളി എന്ന മകളെ സമർപ്പിക്കാം. ലിസ്റ്റിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അലീന എന്ന മകളെ സമർപ്പിക്കാം. നമുക്ക് ഇവരെല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഇവർക്ക് വേണ്ടി മധ്യസ്ഥരാകാം. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളെ ഓർക്കാം, അവർക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥരാകാം. നമ്മുടെ ഇടവകയെ ഓർക്കാം, നമ്മുടെ ചെമ്പത്തൊട്ടി ഫൊറോന മുഴുവനെയും നമുക്ക് ഓർക്കാം, തലശ്ശേരി അതിരൂപതയെയും നമുക്ക് ഓർക്കാം, നമ്മുടെ എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം, സമർപ്പിതരെയും ഓർക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയ കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സംരക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുവാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ കുർബാനയിൽ ഈശോ എൻ്റെ പക്കലേക്ക് ഇറങ്ങി വരുന്ന സമയമായി. ഇതാ അന്ധനായ യാചകന്മാർ വഴിയിലിരുന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ നേരെ നിന്ന് അവർക്ക് സൗഖ്യം കൊടുത്ത കർത്താവ് ഈശോയെ അവരെ ഒന്ന് തൊട്ടതുപോലെ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചപ്പോൾ അവൾ സൗഖ്യപ്പെട്ടതുപോലെ ഈശോ എന്നെ സുഖപ്പെടുത്തണമേ. മരിച്ചിട്ടും 4 ദിവസമായി ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഈശോ എന്നെ സുഖപ്പെടുത്തണമേ.
പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്.